ഇവിടുത്തെ ജനങ്ങൾ പൊട്ടന്മാരല്ല. ആലിപ്പറമ്പിലെ ജനങ്ങൾ ഒരു കാരണവശാലും പൊട്ടന്മാരല്ല. ഇത് യഥാർത്ഥത്തിൽ ശരിക്ക് മനസ്സിലാക്കാനുള്ള എല്ലാ തൻ്റെയും എല്ലാ ബുദ്ധിയും ഉള്ളവരാണ് ആലിപ്പറമ്പുകാർ. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഒരു നടുകിലൊരു വെളുത്ത വരട്ട് കാണുക എന്നുള്ളത് ഞങ്ങൾ അന്ന് മുതൽ ആഗ്രഹിക്കുന്ന അവിടുത്തെ ജനങ്ങളുടെ വികാരമാണിത്. ഉദ്ഘാടനം മാമാങ്കമാക്കിയുള്ള ശ്രമം ചെയ്തു, അല്ലാണ്ട് ഇത് യഥാർത്ഥത്തിലുള്ള ഒരു ഉദ്ഘാടനമല്ല. MLA തന്നെ നേരിട്ട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ വിളിച്ച് പറഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഈ ബോർഡും മന്ത്രിയുടെ ഡേറ്റും വേറുള്ള കാര്യങ്ങളൊക്കെ വന്നത്. MLAയുടെ ഒരു ചില്ലി കാശ് പോലും ആലിപ്പറമ്പ് പ്രദേശത്ത് റോഡിന് വേണ്ടിയിട്ട് ഈ പ്രദേശങ്ങളിൽ ഇത് ഇവിടുത്തെ പ്രാദേശികമായ CPM അണികളുടെ നേതാക്കളുടെ ഒരു തെറ്റായ പ്രചാരണമാണ്. കാരണം മന്ത്രി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുമായും MLA മന്ത്രിയുമായിട്ടൊക്കെ MLA ബന്ധപ്പെട്ടിട്ടുണ്ട്. CPM സംബന്ധിച്ച് ഞങ്ങളുടെ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ ജില്ലാ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ പങ്കെടുക്കാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ ഒരു ഡേറ്റ് എന്ന് വെച്ചാൽ നാളെ വരുന്ന ആളല്ലല്ലോ ഒരു മിനിസ്റ്റർ. നമസ്കാരം, ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം. ഒരു റോഡ്, രണ്ട് ഉദ്ഘാടനങ്ങൾ. ഒന്ന് MLAയുടെ വക, മറ്റൊന്ന് മന്ത്രിയുടെ വക. ഈ അസുലഭ സൗഭാഗ്യം ലഭിച്ചിരിക്കുന്നത് ആലിപ്പറമ്പിലെ പൂവത്താണി കാമ്പ്രം പള്ളിക്കുന്ന് മണ്ണാത്തിക്കടവ് റോഡിനാണ്. 5.5 കോടി രൂപ വകയിരുത്തി നവീകരിച്ച റോഡിന്റെ നവീകരണ അവകാശത്തെ ചൊല്ലിയാണ് ആലിപ്പറമ്പിൽ ഇപ്പോൾ രാഷ്ട്രീയ പോര്. നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് UGS ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച. UGS ഗ്രൂപ്പ്, സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്. വി ശശികുമാർ പെരിന്തൽമണ്ണ MLA ആയിരിക്കുന്ന 2010 കാലഘട്ടത്തിലാണ് പൂവത്താണി ആലിപ്പറമ്പ് റോഡ് അറ്റകുറ്റപ്പണി നടത്തി നവീകരിക്കുന്നത്. പിന്നീട് നീണ്ട വർഷക്കാലം നല്ലൊരു റോഡിനായുള്ള കാത്തിരിപ്പിലായിരുന്നു പ്രദേശവാസികൾ. ഒടുവിൽ 5.5 കോടി രൂപ ചെലവിട്ട് BMBC ചെയ്ത റോഡ് നവീകരിച്ചു. കഴിഞ്ഞ ദിവസം, കൃത്യമായി പറഞ്ഞാൽ ഫെബ്രുവരി 28-ന് റോഡ് ഷോ നടത്തി ആഘോഷപൂർവ്വം റോഡിന്റെ ഉദ്ഘാടനം നജീബ് കാന്തപുരം MLA നിർവഹിച്ചു. അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായേക്കുമെന്ന മുന്നറിയിപ്പിൽ തികഞ്ഞ പോലീസ് പ്രൊട്ടക്ഷനിലായിരുന്നു MLAയുടെ ഉദ്ഘാടനം. എന്നാൽ ഇതേ റോഡ് ഇനി മാർച്ച് 29-ന് പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. ഇതു സംബന്ധിച്ചുള്ള പോസ്റ്ററുകളും റോഡരികുകളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. റോഡിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നടക്കാൻ പോകുന്നത് അന്നാണെന്നാണ് ആലിപ്പറമ്പിലെ CPIM ഭാരവാഹികൾ പറയുന്നത്. 8 ദിവസത്തെ പ്രവൃത്തികൾ കൂടി റോഡിൽ ബാക്കിയുണ്ടെന്നും പണി പൂർത്തിയായതിന്റെ കമ്മീഷൻ സർട്ടിഫിക്കറ്റ് പോലും ലഭിക്കാതെയാണ് MLA ഉദ്ഘാടനം നടത്തിയതെന്നും CPIM ആലിപ്പറമ്പ് ലോക്കൽ കമ്മിറ്റി ഭാരവാഹികൾ പറയുന്നു. PWD ഓഫീസിൽ നിന്നും റോഡ് പണി പൂർത്തിയാക്കിയതിന്റെ റിപ്പോർട്ട് പൊതുമരാമത്ത് മിനിസ്റ്ററുടെ ഓഫീസിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഉദ്ഘാടനം നടത്തി അവകാശം ഉന്നയിക്കുകയാണ് നജീബ് കാന്തപുരം MLA എന്ന് CPIM ആലിപ്പറമ്പ് ലോക്കൽ കമ്മിറ്റി അംഗം MP മോഹനൻ മാസ്റ്റർ പറഞ്ഞു. ഒരു ഉദ്ഘാടനത്തിന് വരുമ്പോൾ ആ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. ആ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അവരവൻ്റെ കണക്ക് അവതരിപ്പിക്കും, മറ്റു കാര്യങ്ങൾ അവതരിപ്പിക്കും, ഏത് ഫണ്ടാണിതെന്നും എത്ര രൂപ ചെലവാക്കിയെന്നും കൃത്യമായിട്ട് അവതരിപ്പിക്കും. ഇതൊന്നുമില്ലാതെ ഒരാൾ പെട്ടെന്ന് വന്നൊരു ഉദ്ഘാടനം ചെയ്തത് മാത്രമേ ഉള്ളൂ. പിന്നെ മിനിസ്റ്റർ പെർമിഷൻ കിട്ടണമെങ്കിൽ എന്ത് വേണം? ആദ്യമായി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് PWD ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മിനിസ്റ്റർ ഓഫീസിലേക്ക് കത്തയക്കണം. വർക്ക് കംപ്ലീഷൻ ഓഫ് വർക്ക് എന്ന് പറഞ്ഞാൽ കത്തയക്കണം. ഇതാ രീതിയിലൊന്നും ഉണ്ടായിട്ടില്ല. കോൺട്രാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ബന്ധപ്പെട്ടപ്പോൾ ഇനി 5-6 ദിവസത്തെ പണി ബാക്കിയുണ്ട്, ഇനിയും പണി ബാക്കിയുണ്ട്. അത് കഴിയേണ്ട ഒരു കാരണവശാലും എഞ്ചിനീയർ സർട്ടിഫൈ ചെയ്യില്ലല്ലോ. അപ്പോൾ ഇതൊരു ഞങ്ങളാണ് ചെയ്ത്, അല്ലെങ്കിൽ എൻ്റെ ഫണ്ടാണ്. നേരെ മറിച്ച് റിപ്പോർട്ട് അവതരിപ്പിക്കുമ്പോൾ പറയും ഇത് 2022-23 ബഡ്ജറ്റ് പ്രൊവിഷനാണ് ഈ ഫണ്ട് എന്ന് പറയും, കൃത്യമായിട്ട് പറയും. അപ്പോൾ ഇതല്ല, ഇനി MLAയുടെ ആസ്തിയാണെങ്കിൽ MLAയുടെ ആസ്തി ഒരു കാരണവശാലും അത് ആ ബഡ്ജറ്റ് പ്രൊവിഷനിൽ എഴുതില്ല. MLAക്ക് കിട്ടണ ആസ്തി ഫണ്ടിൽ കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഒരു ഞാനാണെന്നുള്ള എനിക്കൊരു പങ്കുമില്ലാത്തൊരു കാര്യം, എട്ടുകാലി മമ്മൂഞ്ചിയുടെ മറ്റൊരു രൂപം ഞാനാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ആലിപ്പറമ്പിലെ പൂവത്താണി കാമ്പ്രം റോഡിനായി ബജറ്റിൽ പോലും ആവശ്യമുന്നയിക്കാത്തയാളാണ് MLA എന്നും എട്ടുകാലി മമ്മൂഞ്ഞിനെ പോലെ സ്വന്തം പേരിലാക്കാനുള്ള ശ്രമമാണെന്നും CPIM ലോക്കൽ കമ്മിറ്റി മെമ്പർ TK ഹംസ പറഞ്ഞു. MLA എന്ന് പറഞ്ഞാൽ എട്ടുകാലി മമ്മൂഞ്ഞിൻ്റെ സ്വഭാവം കാണിച്ച് പിന്നെ അവനാന് കഴിയപ്പതിൻ്റെ തൊട്ടടുത്ത് പിന്നെ പള്ളിക്കുന്ന് കാളിയടവ് ഭാഗത്തേക്ക് റോഡ് പോകുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ പാർട്ടി ഇടപെട്ടും കൊണ്ടാണ് ഞങ്ങൾ അതിലേക്ക് പൈസ ഏർപ്പാട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാക്കിയിട്ടുള്ളത്. ഒരു എത്രയോ കഴിഞ്ഞ പ്രാവശ്യം MLA ശശികുമാർ MLA ആയിരിക്കുന്ന കാലഘട്ടങ്ങളിൽ വർക്കായിരുന്നു ഈ റോഡുമുള്ളത്. ഈ പൂവത്താണി കാമ്പ്രം റോഡാണെങ്കിലും പള്ളിക്കുന്ന് പിന്നെ കാളികടവ് റോഡാണെങ്കിലും അതിൽ കവിഞ്ഞ് ഒരു ഇവിടെ MLA മന്ത്രിയായിട്ടുണ്ട്, മഞ്ഞളാംകുഴി മന്ത്രിയായിട്ടുണ്ട്, MLA ആയിരുന്നിട്ടുണ്ട്, നജീബ് കാന്തപുരം ഇതേവരെ വന്നിട്ടുണ്ട്.
ഇപ്രാവശ്യം ഈ തൊട്ടടുത്ത മാസത്തിൽ ആണ് കേരള ഗവൺമെൻറ്റിൻ്റെ ഇപ്പോഴത്തെ ബഡ്ജറ്റ് അവതരണത്തിലാണ് അതിൻ്റെ മേൽക്ക് ഫണ്ട് നീക്കി വെക്കാനുള്ള സംവിധാനം ഗവൺമെൻറ് അടിസ്ഥാനത്തിൽ അല്ലാണ്ട് MLA ഒരു ചില്ലി കാശ് പോലും ആലിപ്പറമ്പ് പ്രദേശത്ത് റോഡിന് വേണ്ടിയിട്ട് ഈ പ്രദേശങ്ങളിൽ പൂവത്താണി കാളികാട് റോഡോ കാമ്പർ റോഡോ അതേമാതിരി ആലിപ്പറമ്പ് പള്ളിക്കുന്ന് റോഡിനോ ചെലവഴിച്ചിട്ടില്ല. ഒരു ചില്ലി കാശ് പോലും അയാൾ ചിലവാക്കാൻ തയ്യാറായിട്ടുള്ള എന്നുള്ളതാണ്. പിന്നെ അയാൾ ആർക്ക് വേണമെങ്കിലും പിന്നെ അയാൾക്ക് അങ്ങനെ ധൈര്യം ഉണ്ടെങ്കിൽ അയാൾക്ക് ഒരു മൈക്ക് കെട്ടിയിട്ട് ഒരു അനൗൺസ്മെൻറ്റ് നടത്തിയിട്ട് ചെയ്യാൻ കഴിയാത്ത ഇവിടുത്തെ ജനങ്ങൾ പൊട്ടന്മാരല്ല. ആലിപ്പറമ്പിലെ ജനങ്ങൾ ഒരു കാരണവശാലും പൊട്ടന്മാരല്ല. ഇത് യഥാർത്ഥത്തിൽ ശരിക്ക് മനസ്സിലാക്കാനുള്ള എല്ലാ തൻ്റെയും എല്ലാ ബുദ്ധിയും ഉള്ളവരാണ് ആലിപ്പറമ്പുകാർ. അതേസമയം റോഡ് വിഷയത്തിൽ വിവാദങ്ങളുടെ ആവശ്യമില്ലെന്ന നിലപാടിലാണ് ആലിപ്പറമ്പിലെ UDF നേതൃനിര. നാട്ടുകാരുടെ ആവശ്യം ഗതാഗത സൗകര്യമുള്ള റോഡാണെന്നും അത് ആരുദ്ഘാടനം ചെയ്തു എന്നത് വിഷയമല്ലെന്നും ബ്ലോക്ക് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അയമു പറഞ്ഞു. റോഡിന്റെ നിർമ്മാണഘട്ടത്തിൽ ഓരോ നടപടിയിലും ഇടപെടൽ നടത്തിവരുന്നത് UDF ആണെന്നും UDFും MLAയും പോരാടി നേടിയ റോഡാണിതെന്നും അയമു പറഞ്ഞു. നിരന്തരമായി ഇതിൻ്റെ ഓരോ പ്രവർത്തനത്തിലും ഞങ്ങൾ ഇവിടുത്തെ UDFും MLAയും ഒന്നിച്ചു നിന്നുകൊണ്ട് പോരാടിയിട്ട് നേടിയ സംവിധാനമാണിത്. ആ റോഡിൻ്റെ ഉദ്ഘാടനമാണ് ഇന്നലെ നിർവഹിച്ച് ബഹുമാന്യനായ MLA. ഇതിൽ യാതൊരു വിവാദത്തിൻ്റെ പ്രശ്നമൊന്നുമില്ല. ഈ റോഡിൻ്റെ ഉദ്ഘാടനം മുടക്കാൻ വേണ്ടിയിട്ട് മിനിഞ്ഞാന്ന് DYSP വിളിച്ചിരുന്നു. ഇന്നേരം 7 മണിക്ക് ഞാനും പഞ്ചായത്ത് മെമ്പറും കൂടിയാണ് പോയത്, നവാസും കൂടിയാണ് പോയത്. അവിടെ വെച്ച് ഞങ്ങൾ കൃത്യമായി ഇതിൻ്റെ നാളുവഴികൾ പറഞ്ഞു, ഇതിൻ്റെ ഓരോ വശങ്ങളും പറഞ്ഞു. ഇത് വളരെ കൃത്യമാണ്. കാരണം ഓരോ MLAക്കും കേരളത്തിലെ 140 MLAമാർക്കും ഓരോ വർഷവും അനുവദിക്കുന്ന ബഡ്ജറ്റ് ഫണ്ട് 5 കോടി രൂപ. 2023 ഫണ്ട് മുഴുവനായി അനുവദിച്ച് കിട്ടിയ റോഡാണിത്. അത് MLAയുടെ പ്രിവിലേജാണ്, MLAമാർക്കുള്ള അവകാശമാണ്. ആ അവകാശത്തിൽ കിട്ടിയ റോഡാണിത്. ആ റോഡ് MLA നേതൃത്വത്തിൽ ഇവിടെ കോൺട്രാക്ട് എടുത്ത് പണി പൂർത്തിയാക്കി പണി നടക്കുന്ന സന്ദർഭത്തിലൊക്കെ പല പ്രശ്നങ്ങളുണ്ടായി. ഇതിൻ്റെ AS കിട്ടാനും TS കിട്ടാനും അഡ്മിനിസ്ട്രേറ്റീവ് സെഷൻ കിട്ടാൻ വേണ്ടിയിട്ട് തിരുവനന്തപുരത്ത് നിന്നൊക്കെ വളരെയധികം ബുദ്ധിമുട്ടൊക്കെ സഹിച്ച് MLA നിരന്തരമായി MLA പോരാടിയിട്ടാണ് അത് കിട്ടിയത്. പിന്നെ ജൽജീവൻ മിഷൻ്റെ ഈ 5.5 കോടിയുടെ പുറമെ ജൽജീവൻ മിഷൻ്റെ 2 കോടി 27 ലക്ഷം രൂപ ഉണ്ട്. അതും കൂടി അനുവദിച്ചുകൊണ്ടാണ് ഈ റോഡിന്റെ പണി ഇത്ര സുന്ദരമായി റോഡിന്റെ പണി പൂർത്തിയാക്കിയത്. റോഡിന്റെ പണി പൂർത്തിയായ ഘട്ടത്തിൽ പൊതുമരാമത്ത് മന്ത്രിയെ ബന്ധപ്പെട്ട് അനുമതി വാങ്ങിയതിന്റെ അടിസ്ഥാനത്തിലാണ് MLA ഉദ്ഘാടനം നടത്തിയതെന്നും ജനപ്രിയനായ MLAക്കെതിരെ CPIM പ്രാദേശിക നേതാക്കൾ നടത്തുന്ന തെറ്റായ പ്രചരണമാണ് മറുത്തുള്ളവയെന്നും വാർഡ് മെമ്പർ TK നവാസ് പ്രതികരിച്ചു. ഇത് ഇവിടുത്തെ പ്രാദേശികമായ CPM അണികളുടെ നേതാക്കളുടെ ഒരു തെറ്റായ പ്രചാരണമാണ്. കാരണം മന്ത്രി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുമായും മന്ത്രിയുമായിട്ടൊക്കെ MLA ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഡേറ്റ് തീരുമാനിച്ചിട്ടുള്ളത്. പിന്നെ അതിനുശേഷം എല്ലാ ഡേറ്റും തീരുമാനിച്ച് ബന്ധപ്പെട്ട കോൺട്രാക്ടറൊക്കെ വിവരം അറിയിച്ച് അവർ വർക്ക് എല്ലാം പൂർത്തീകരിച്ച് ഏറ്റവും അവസാനത്തെ മിനുക്കുപണികൾ പോലും സൈൻ ബോർഡുകൾ പോലും സ്ഥാപിച്ചതിന് ശേഷമാണ് നമ്മൾ ഉദ്ഘാടനം തീരുമാനിച്ചത്. ബന്ധപ്പെട്ട ആളുകളൊക്കെ അറിയിച്ചു. ഇവർ ഈ വിവരം അറിഞ്ഞതിന് ശേഷം അവരെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചതിന് ശേഷമാണ് അവർ മന്ത്രി 29 ഡേറ്റ് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ഒരു പ്രചാരണം അറിയിച്ചു വിട്ട്. തീർച്ചയായും അത് ഈ നാട്ടുകാരോടുള്ള ഒരു അവഹേളനമാണ്. കാരണം ഇത്തരത്തിലൊരു ആഘോഷമാക്കി ഒരു ഉത്സവമാക്കി നടത്തേണ്ട ഒരു വിഷയം അത് അലങ്കോലപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് അവർ ശ്രമിച്ചിട്ടുള്ളത്. കാമ്പ്രം റോഡിൽ പണി പൂർത്തിയായ മണ്ണാത്തിക്കടവ് പാലത്തിന്റെ ഉദ്ഘാടനവും പ്രതിസന്ധിയിലാണ്. മഞ്ഞളാംകുഴി അലി MLA മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ പണി പൂർത്തിയാക്കിയ പാലത്തിന്റെ ഉദ്ഘാടനവും രാഷ്ട്രീയ പോരിൽ കുരുങ്ങിക്കിടക്കുകയാണ്. പാലത്തിന്റെ അവകാശത്തെ ചൊല്ലിയുള്ള ഫ്ലെക്സ് ബോർഡുകൾ മാത്രമാണ് ഇപ്പോഴും സ്ഥാപിക്കപ്പെട്ടത്. ആര് ഉദ്ഘാടനം ചെയ്യുമെന്ന കാര്യത്തിൽ തീർപ്പായിട്ടുമില്ല. ടുഡേ ന്യൂസ്, പെരിന്തൽമണ്ണ. പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം. മാസത്തവണ 500 രൂപയിൽ തുടങ്ങാവുന്ന ലളിതമായ സ്കീമുകൾ. 12 മാസ കാലാവധി. കാലാവധിക്ക് ശേഷം പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം. കൂടാതെ സ്വർണ്ണവില വർധനവിൽ നിന്ന് പരിരക്ഷ നേടാൻ സ്കൈ ഗോൾഡ് ഒരുക്കുന്നു സ്കൈ സുരക്ഷ സ്കീം. 12 മാസ കാലാവധി. കൃത്യമായി പണമടയ്ക്കുന്നവർക്ക് കാലാവധിക്ക് ശേഷം 7% ബോണസോടുകൂടി സ്വർണ്ണാഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം. നിങ്ങൾ അടയ്ക്കുന്ന തുകയുടെ മൂല്യത്തിനനുസരിച്ച് സ്വർണം നിങ്ങളുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നു. ഈ സ്കീമുകളിൽ അംഗമാകാൻ ഇന്ന് തന്നെ കോൺടാക്ട് ചെയ്യൂ. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി, പെരിന്തൽമണ്ണ, നിലമ്പൂർ, പൊന്നാനി.